ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയും തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. ഇരുവരും ഒളിവിൽ തുടരുകയാണ്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള ശ്രമവും അതുതന്നെയായിരുന്നു. ഇത്തരത്തിൽ ഒരു മുൻകൂർ ജാമ്യ അപേക്ഷ നൽകാനുള്ള ശ്രമത്തിലായിരുന്നു ഈ പ്രതികൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ്. തീർച്ചയായും രുചീഷ്, അത്തരത്തിൽ പോലീസ് ഈ രണ്ട് പ്രതികൾക്കുമായി അന്വേഷണം ഊർജിതമാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇരുവരും കോടതിയിലേക്ക് എത്തുന്നത്. പ്രധാനമായും റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത് നിതിൻ രാജിന്റെ മരണവുമായി തനിക്ക് ബന്ധമില്ല, ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഭീഷണിയാവാം നിതിൻ രാജ് ജീവനെടുക്കാൻ കാരണം എന്നുള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർ റാം ഇപ്പോൾ ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് പ്രതികളും ഒളിവിൽ തുടരുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പങ്കില്ലെന്നും ലോൺ ആപ്പിന്റെ ഭീഷണിയാകാൻ കാരണമെന്നും കാണിച്ച് തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രണ്ട് പ്രതികളും എത്തിയിരിക്കുന്നത്. ശരി നിഖിൽ.